ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്, ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളെ യുവശക്തി സ്വയം സഹായ സംഘത്തിന്റെ ഫാമിലി ടൂറിലാണ് പോകുന്നത്, കൊടൈക്കനാൽ. അപ്പം തലേ ദിവസം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയോട് കൂടിയാണ് എത്തിയത്. ഞങ്ങളുടെ ശക്തികൾ എന്ന് പറയുന്നത് ഇതിനുള്ളിലുള്ള ഇത്രയും പേരാണ്. നമ്മള് പിന്നെ കൊടൈക്കനാലെത്തി. കൊടൈക്കനാലിൽ നമ്മള് പിന്നെ യാത്ര തുടങ്ങിയ ഇന്നലെ വൈകുന്നേരമാണ് വിട്ടത്. പക്ഷെ ഇപ്പൊ ഇനി നമ്മള് ഭക്ഷണമെല്ലാം കഴിച്ചു, യാത്ര തുടരുകയാണ്. ഓക്കെ, എല്ലാവരും ഹായ് കളിച്ചു. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് പ്രതിഭേട്ടൻ. നമുക്ക് നല്ല പരിപാടിയായിരുന്നു. ഇന്നലെ ഒന്നാം ദിവസം പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഏതായാലും ഇന്നലെ ഒരു 15 മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ട് എല്ലാവരും ടയർഡായിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരും ഫ്രഷായി, കുഴപ്പമില്ല. ഇനി ഒരു നല്ല ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമ്മളെല്ലാരും അടിച്ചു പൊളിക്കും. നമ്മുടെ ടൂറിന്റെ കോർഡിനേറ്ററായ സുകേഷ് ആണ് ഉള്ളത്. അത് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കൊടൈക്കനാൽ ലേക്കിലേക്കാണ്. അപ്പൊ ലേക്ക് പോയി അടിച്ചു പൊളിക്കാനാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രമോദേട്ടൻ കുടുംബമാണ്. ഇല്ല, നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അടിച്ചു പൊളിച്ചിരിക്കും. നമ്മളെ ടൂർ അടിച്ചു പൊളിക്കും, അത്ര തന്നെ. നമ്മുടെ സജീവ് കുടുംബമാണ്. നമ്മുടെ കുഞ്ഞു മോളുണ്ട് ഇവിടെ. ഇവിടെ ലൈവ് ആണോ? അല്ല, നമ്മള് ഇത് അതെയാ. പിന്നെ ഓക്കെ. എന്തായാലും യാത്രകളെല്ലാം സുഖമായിരിക്കുന്നു. തുടർ യാത്രകളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എന്തായാലും എല്ലാരും ഭാര്യയുണ്ട്, കൊച്ചുണ്ട്. നമ്മളെ യുവശക്തിയുടെ എല്ലാ ശക്തന്മാരും എല്ലാ ശക്തരായ വനിതകളും ഉണ്ട്. കരാട്ടെ മാഷ് കൂടിയാണ് നമ്മുടെ സജി. പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ്സുകൾ നടത്തുന്ന ആളാണ് സജി. എന്റെ പ്രിയ സുഹൃത്താണ്. എല്ലാരും ഹായ് പറഞ്ഞേ. അടിച്ചു പൊളിക്കണ്ട നമുക്ക് ടൂറ്. ഓക്കെ, ഒരു ഹായ് തന്നെ. തങ്കമണിയേച്ചി മോളാണ്, സുകേഷിന്റെ അമ്മയും വൈഫുമാണ്. എന്റെ പ്രിയ സുഹൃത്ത് പുരുഷോട്ടൻ കുടുംബവും ഇവിടെയുണ്ട്. 2 വാക്ക് സംസാരിക്കും. അധികം പിടിക്കുന്ന അടുത്ത് പിടിക്കണ്ട. യുവശക്തിയുടെ കൊടൈക്കനാൽ ടൂറാണ്. ഞങ്ങളിപ്പോൾ ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചങ്ക് ബ്രോ സജന്റെ കൂടെ. അല്ലോ ആസ്വദിക്കാം. അല്ലോ ഇന്നലെ ചെറിയ ക്ഷീണത്തിലൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ അടിച്ചു പൊളിക്കുന്നതായിരിക്കും. ഇത് പ്രിയ സുഹൃത്ത് ചങ്കാണ് നമ്മുടെ പുരുഷോട്ടൻ, നമ്മുടെ സാരഥിയാണ്. ഇതാണ് പ്രതിഭേട്ടന്റെ ശ്രീചേച്ചി, ഭാർഗവേച്ചി. 2 വാക്ക് സംസാരിക്കാൻ. അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകും. നീ എന്റെ അടുത്ത എന്റെ വില്ലേട്ടനാണ്, നമ്മളെ സ്വന്തം വെല്ലിച്ചിവേട്ടനാണ്. മോളുണ്ട്. ശശിവേട്ടൻ്റെ കാര്യം സംസാരിക്കും. നമ്മുടെ യാത്ര എങ്ങനെ പോകേണ്ടതെന്നുള്ളതിനെ പറ്റി പറ. ഇപ്പോ നമ്മളെ സംഘത്തിന്റെ വഴിയിൽ ഒരു കൊടൈക്കനാൽ ടൂറാണ്. കുറെ നാളുകൾക്ക് നമ്മളെ ഒരു ആഗ്രഹം ഇപ്പൊ സാധിച്ചു. എന്തായാലും എല്ലാവർക്കും അടിപൊളിയാണ്. ഇപ്പൊ ഓക്കെയാണ്. നമ്മ ആദ്യം കൊടൈക്കനാൽ ഒന്ന് ചുറ്റാൻ ഇറങ്ങിയിരിക്കുവാണ്. സ്റ്റാർട്ടിങ് ആയി. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. ഓക്കെ, ഹാപ്പി. ഇനി കാണാം, അടുത്ത ഓരോ ഇത് കാണാം തീർച്ചയായിട്ടും. വിജിനിയും മാടും കുഞ്ഞു മാവിയുണ്ട്. എടാ കണ്ണൻ, അവനത് ഒരു ചെറിയ ചമ്മലോടുകൂടി അങ്ങോട്ട് തലയിരിച്ചിരിക്കുന്നു. അവനെല്ലാം നമുക്ക് പുറത്തിറങ്ങണം അല്ലേ? ഓക്കെ. എന്റെ പ്രിയപ്പെട്ട അനിയൻ ആവാച്ചിയാണ്, കുടുംബമുണ്ട്. കൊടൈക്കനാല് നമ്മൾ വന്നിട്ടുള്ള വളരെ നല്ലൊരു സ്ഥലമാണ് ഇത്. ആദ്യമായിട്ടാണ് ഇവിടത്തേക്കുള്ള യാത്ര വന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് വളരെ എൻജോയ്മെന്റോട് കൂടി നമ്മളെ സ്ഥലമെല്ലാം പോയി കണ്ട് നമ്മളൊന്ന് ഹാപ്പി ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. നമ്മൾ 2 ദിവസം നമ്മളെ മൈൻഡ് ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിട്ട് വളരെ സന്തോഷം. പ്രിയപ്പെട്ട വാസന്തിച്ചിയും ഉണ്ട്. വാസന്തിച്ചി നല്ലൊരു ഗായികയും കൂടിയാണ്, നല്ല പാട്ട് പാടുന്ന ആളാണ്. നമ്മളെ പാട്ടെല്ലാം കേൾക്കാം. എന്റെ അമ്മയുണ്ട്. വാസന്തിച്ചി എന്ന് പറഞ്ഞ നമ്മുടെ യാത്രയെ പറ്റി നമുക്ക് എങ്ങനെയാ, നമ്മളെ ഇതുവരെ ഉണ്ടായിരുന്ന യാത്ര നല്ലതായിരുന്നു.
ഇനി അങ്ങോട്ട് നല്ലതാകാനെന്ന് വിചാരിക്കുന്നു. ക്ഷീണമെല്ലാം മാറില്ലേ? യാത്ര ക്ഷീണെല്ലാം മാറി. പുളിയെല്ലാം കഴിഞ്ഞു. പുളി കഴിഞ്ഞു. പ്രിയപ്പെട്ട ചങ്ക് ബ്രോ, എന്റെ വെച്ചോ ലിബി മോളപ്പുറത്ത് നമ്മള് കണ്ടതാണ്. ഇങ്ങോട്ടുള്ള യാത്ര കുറച്ചൊരു ടഫായിരുന്നു. എന്നാലും ഞങ്ങൾ ഇനി അങ്ങോട്ട് അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പറിച്ചു നോക്കുക. അത് അടിപൊളിയായിട്ടുണ്ട്. ലിബിക്കൊന്നും പറയാല്ലേ? എല്ലാരും അടിച്ചു പൊളിച്ച് അല്ലേ ആസ്വദിക്കട്ടെ. നമ്മുടെ യുവശക്തിയുടെ സാരഥിയായ സുരേഷ് നമ്മൾ അടിച്ചു പൊളിക്കുള്ള യാത്രയിലാണ്. ഇന്നലെ നമ്മള് ഒരുപാട് മുന്നോട്ട് നമ്മള് നല്ല അടിപൊളിയാണ് അല്ലേ? അടിപൊളി അടിച്ചു പൊളിക്കാം. പ്രിയപ്പെട്ട അഭിലാഷ് പുതിയ സാരഥിയായിട്ട് തെരഞ്ഞെടുത്ത ആളാണ്. അടിപൊളി യാത്രയാണ്. അതിന്റെ കൂടെ ഒരു അടിപൊളി യാത്ര എന്തായാലും നമ്മൾ അടിച്ചു പൊളിക്കും. നമ്മള് ഒരുപാട് നാളത്തെ അല്ലേ പ്ലാനിങ്ങിന് ശേഷം ഇങ്ങനെ ഒന്നും അല്ലേ നമ്മൾ എന്തായാലും അടിച്ചു പൊളിക്കും അല്ലേ? നമ്മൾ അടിച്ചു പൊളിക്കും. ഹായ് പറഞ്ഞ ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറഞ്ഞേ എല്ലാരും. എനിക്കൊന്നും പറയല്ലേ? എന്താ പ്രതീക്ഷയുണ്ട്? ഒരു ഹായ് വെച്ചോ. ഒന്നുമില്ലല്ലോ. നോബിള് നമ്മളെന്താ പറയണ്ട പറയൂ. എന്തേ നീ രാവിലെ ഭയങ്കര പറച്ചിലായിരുന്നു ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞാല് ഭയങ്കര യാത്ര, ഭയങ്കര ഓട്ടായിരുന്നു യാത്ര. ഇനി നമ്മൾ പക്ഷെ അടിച്ചു പൊളിക്കും അല്ലേ? ഇവിടെ ബാബുവേട്ടൻ കന്നഡ മാത്രമേ കൊത്തലുള്ളൂ, പക്ഷെ ഇടയ്ക്ക് മലയാളം കൊത്തലാക്കട്ടെ. നമ്മുടെ കോട്ടക്കിൽ നിന്നും കുടിയേറി ഇവിടെ വന്ന് വെട്ടിപ്പിടിച്ച് ആളാണ് നമ്മളെ. ഇനി നമ്മൾ പലതും നമ്മൾ കാണാറുണ്ട്, പലതും കാണേണ്ടി വരും, ഇനിയും കാണേണ്ടി വരും. ഇനി നമ്മള് കൊറേ കൊല്ലായിട്ട് ഇങ്ങനെ നടക്കും. യാത്രയെ പറ്റി ഇനി അടിച്ചു പൊളിക്കണ്ടേ നമുക്ക്? യാത്രയെല്ലാം വളരെ സുഖം തന്നെയായിരുന്നു. മോശമില്ലാത്ത രീതിയിൽ ഭക്ഷണവും കാര്യങ്ങളും കഴിഞ്ഞു. നമ്മൾ അടുത്ത പിന്നെ തടാകത്തിലേക്ക് പോവാണ്, ബോട്ട് സർവീസിലേക്ക് പോവാണ്. എല്ലാം ഭംഗിയായി. ഓക്കെ. പ്രകാശ് ചേട്ടനും അമ്പാടിയുണ്ട്. ഹായ് പറഞ്ഞു അല്ലേ? അടിച്ചു പൊളിക്കണ്ടേ? അപ്പൊ നമ്മള് യാത്രയിലാണ്. ഇനിയിപ്പോ നമ്മള് പോകുന്ന സ്ഥലം ഇതിപ്പോ എവിടെയാ നമ്മള് പോകുന്ന സ്ഥലം? കൊടൈക്കനാലിന്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം കണ്ട് ബോട്ട് യാത്രയെല്ലാം ഉണ്ട്. അപ്പൊ ആ വീഡിയോ ഒക്കെ ആയിട്ട് പുറകെ ഉണ്ടാവും. ഞങ്ങള് യാത്രയിലാണ്. അതെന്താ സാധനം? പന്നി ഇങ്ങനെ പന്നി മഷിയല്ലേ അല്ലേ? അതെന്തിനാ? നമ്മുടെ നാട്ടിലെ പന്നി മഷിയെല്ലാം ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പനിനീർ ചാമ്പങ്ങ. ഈ പന്നി മഷി ഇവരെന്ത് ചെയ്യും? അല്ല അതെന്തിനാ ഇവർക്ക് എന്തിനാ? ഇത് നല്ല ചോക്ലേറ്റിന്റെ ഷോപ്പ്. ചോക്ലേറ്റിന്റെ വെറൈറ്റീസുകൾ ഇഷ്ടം പോലെ. എനിക്ക് ഞാനും എന്റെ വാസ്കുട്ടിയും പ്രജീനെയും കൂട്ടണം പോലും. ആരെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാ പിന്നെ ഒരു ലേക്കിന്റെ മുമ്പിലുള്ളത്. സൈക്ലിംഗ് കൊടൈക്കനാലുണ്ട്, ലേക്കിലുള്ളത്. സൈക്ലിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. എല്ലാരും ഉണ്ട്. ഓക്കെ.
ഇത് നമ്മളെ ചിരിക്കുടുക്ക നിഷ പുരുഷോത്തമൻ. അവിടെ ചിരി വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ ചിരിച്ചോണ്ടേ ഇരിക്കും. വൈറൽ ചിരി. ഇങ്ങോട്ട് നിൽക്കും. ഇവിടെ എല്ലാം ഫുള്ള് ഡ്രസ് ഐറ്റംസ് ആണ്. കൂടുതലും നമ്മുടെ ക്ലോത്തുകൾ, അതായത് തണുപ്പിന് ഉപയോഗിക്കുന്ന ക്ലോത്തുകളൊക്കെയാണ്. സ്വെറ്റർ, അതുപോലെ ബ്ലാങ്കറ്റ്, ടീ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ധാരാളം ഉണ്ട്. കാരണം കുറിക്കും കേറിക്കോ. നമ്മള് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് ചെറിയ ഷോപ്പിൽ ഇറങ്ങിയിട്ടുള്ളത്. ഹലോ ഗൈസ്, ഇതാ വേറൊരു ടീം ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോ കണ്ണടിച്ചു പോയതാണ്. എന്ത് അവര് വന്നില്ല. ഇനി അതിന്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കുന്നിടയ്ക്ക് എവിടെയാ പോയിന്? അമ്പിളി അവിടെ നിൽക്ക്.